നമസ്കാരം. സിനിമാടൻ വിജയിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികളായ ചെറുപ്പക്കാർ ഭൂരിഭാഗം പേരും പറയും ഇഷ്ടമാണ്. അദ്ദേഹത്തെ എവിടം കൊണ്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങൾ നല്ലതാണ് എന്ന്, മറ്റു ചിലർ പറയും അദ്ദേഹത്തിൻ്റെ ഡാൻസുകൾ നല്ലതാണ് എന്ന്. എന്നാൽ അഭിനയത്തിന് കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ചിലർ പറയും അഭിനയത്തെ ഞങ്ങൾ മുൻതൂക്കം നൽകുന്നില്ല, അഭിനയം ഒഴികെ അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്ന 2.5 മണിക്കൂർ നേരം നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, പാട്ടുകളായിട്ടും സ്റ്റണ്ടും ആക്ഷനും സോങ്ങും എല്ലാം കൂടി ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറയും. ഈ സമയത്തോട് തന്നെ അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുകയാണല്ലോ. രാഷ്ട്രീയത്തിൽ വരുന്നതിനെ പറ്റി നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഭൂരിഭാഗം പേരും പറയും അതിനെപ്പറ്റി. ചിലർ പറയും വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ അറിയില്ല, അദ്ദേഹത്തിൻ്റെ തമിഴ്നാട് രാഷ്ട്രീയം വേറെ ഒരു ശൈലിയിലാണ്, നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല എന്ന് ചിലർ പറയും. എന്നാൽ മറ്റു ചിലർ പറയും അദ്ദേഹം വരട്ടെ, എന്താ അദ്ദേഹത്തിന് വന്നുകൂടെ എന്ന് ചോദിക്കും. സംഭവം ശരിയാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏതൊരു പൗരനും രാഷ്ട്രീയത്തിൽ വരാം, മത്സരിക്കാം. എന്നാൽ നേരെ തമിഴ്നാട്ടിലോട്ട് ചെല്ലുമ്പോഴോ അവിടുത്തെ രീതി, അവിടുത്തെ ചെറുപ്പക്കാരാകട്ടെ 99% വിജയ് രാഷ്ട്രീയത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും, അദ്ദേഹം വിജയിച്ച് കയറുക തന്നെ ചെയ്യും, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉണ്ടാകും എന്ന് തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ DMK ADMK എന്ന് പറയുന്ന ദ്രാവിഡ പാർട്ടികളുടെ ഭരണം കൊണ്ട് ഞങ്ങൾ മടുത്തു, അതുകൊണ്ടൊരു മാറ്റം വേണം എന്നാണ്. ഓക്കെ, സമ്മതിച്ചു. എന്താണ് നിങ്ങൾ വിജയ് എന്ന നടൻ രാഷ്ട്രീയത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭരണത്തിലൂടെ നിങ്ങൾ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത് അതൊന്ന് പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് 99% യുവാക്കൾക്കും എന്താ മാറ്റം വേണ്ടതെന്ന് പറയാൻ അവർക്ക് അറിയില്ല എന്നതും വളരെ രസകരമാണ്. മാറ്റം വേണം എന്ന് പറയുന്നല്ലാതെ എന്താണ് മാറേണ്ടത്, എവിടം കൊണ്ടാണ് മാറേണ്ടത്, നിങ്ങൾ എന്താണ് നിങ്ങളിലൂടെ കാണുന്ന കാഴ്ചപ്പാട്, ചെറുപ്പക്കാരായ യുവാക്കളിലൂടെ എന്താണ് മാറ്റം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടിയില്ല. ഇതേ നിലപാട് തന്നെയാണ് എനിക്ക് തോന്നുന്നു നടൻ വിജയിലും. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പ്രത്യേകിച്ച് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. അദ്ദേഹം പാർട്ടി തുടങ്ങിയിട്ട് 2 വർഷമായി. ആ 2 വർഷം അദ്ദേഹത്തിന് വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കണമെന്നൊക്കെ 2 കൊല്ലം മുമ്പേ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടി സംസ്ഥാനത്തിനുടനീളം മത്സരിക്കണം എന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ രാഷ്ട്രീയ ചുറ്റുപാട്, സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത പശ്ചാത്തലം എന്താണെന്നും ഇവർക്ക് അടിയന്തരമായ എന്തൊക്കെയാണ് പ്രശ്നങ്ങളാണ് ഉണ്ടെന്നും അത് ഏത് രീതിയിൽ പഠിച്ച് അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ ഒന്നും അദ്ദേഹം പഠിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വാഗ്ദാനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ മാറ്റം വേണം എന്ന് പറയുന്ന ഈ വ്യക്തി, അതായത് വിജയ്, നിലവിൽ മാറ്റം എന്നിലൂടെ ഉണ്ടാകും എന്നും പറഞ്ഞ് സീമാൻ എന്നും പറഞ്ഞ ഒരു നടൻ 10 വർഷത്തിലേറെയായി അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തി ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിച്ചു പോരുന്നത്. അദ്ദേഹം ഇതുവരെ ഒരു MLA പോലും ആയിട്ടില്ല. എങ്കിലും അദ്ദേഹവുമായിട്ട് ഈ പുള്ളിക്ക് സഖ്യം വെക്കാമായിരുന്നു. കാരണം ദ്രാവിഡ പാർട്ടികൾക്ക് നേരെയാണ് ഈ സീമാന്റെ പ്രചരണങ്ങളും പ്രഖ്യാപനങ്ങളും വെല്ലുകൊണ്ടുന്നത്. അപ്പം അത്തരം മാറ്റം ഞങ്ങളിലൂടെ ഉണ്ടാകും, ഞങ്ങൾക്ക് വേണ്ടത് ഇന്നതൊക്കെയാണ്, ഞങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കും, തമിഴ് ഭാഷയെ സംരക്ഷിക്കും, തമിഴ്നാട് ജനതയുടെ കൾച്ചർ സംരക്ഷിക്കും എന്നെല്ലാം ഇങ്ങനെ ദ്രാവിഡ പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുമായിട്ടാണ് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരം പാർട്ടികളിൽ സഖ്യം വെക്കാമായിരുന്നു, ഇദ്ദേഹം വെക്കാൻ തയ്യാറായില്ല. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴത്തേക്ക് DMK പോലും ADMK പോലെ വലിയൊരു ശക്തിയായ പാർട്ടി അല്ല അത്. നിലവിൽ ഇതുവരെ അതിനൊരു MLA സ്ഥാനം പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊക്കെ ആവാം അദ്ദേഹം അതിന് തയ്യാറാവാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോരാത്തതിന് ഈ കഴിഞ്ഞിടെ ഒരു പിതാവ് പോലീസിൽ വിജയുടെ പേരിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് ഇദ്ദേഹം ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഇദ്ദേഹം ആഹ്വാനം ചെയ്ത് നിങ്ങളുടെ വീട്ടുകാർക്ക് മുതിർന്നവർക്ക് സമ്മർദ്ദം ചെലുത്തു, അതിലൂടെ നമുക്ക് TVKക്ക് വോട്ട് ലഭിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറുപ്പക്കാരൻ തന്റെ പിതാവിനെ നിർബന്ധിച്ചു TVKക്ക്, അതായത് വിജയുടെ പാർട്ടിക്ക് തന്നെ അപ്പൻ വോട്ട് ചെയ്യണം എന്നും പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയതിന്റെ പേരിൽ അദ്ദേഹം അതിന് വഴങ്ങേണ്ടി വന്നു. അപ്പം ഇതൊക്കെയാണോ രാഷ്ട്രീയ ഒരു നേതാവിന്റെ പ്രവൃത്തിയുടെ ശൈലി എന്നൊക്കെ അദ്ദേഹം വിജയുടെ പേര് ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാവട്ടെ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പരിഹസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പല വേദികളിലും അഭിസംബോധന ചെയ്തിരുന്നത്. അങ്കിളെന്നും വിളിക്കുകയും മറ്റുള്ള രീതിയിലൊക്കെ വിളിക്കുകയൊക്കെ ചെയ്ത് പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നത്. ഇതിനെപ്പറ്റി കഴിഞ്ഞിടയ്ക്ക് സത്യരാജ് എന്ന സിനിമ നടൻ ഒരു വേദിയിൽ പറയുന്നത് കേട്ടു, ജയലളിത ഭരിച്ചിരുന്ന കാലവും മറ്റോ ആയിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ ആന്റി എന്നോ മറ്റും വിളിച്ച് പരിഹസിച്ചിരുന്നെങ്കിൽ ആ പരിഹാസ വേദിയിൽ നിന്നും അദ്ദേഹം പുറത്തു പോകുമായിരുന്നോ? ഇതൊക്കെ സംഭവിക്കുക എന്തിനധികം പറയുന്നു. കരൂരിൽ നടന്നിരുന്ന ആ 41 പേരുടെ മരണത്തിന് കാരണമായ
പ്രധാന വ്യക്തി ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം അന്ന് വളരെ ലേറ്റായിട്ട് വന്നതിൻ്റെ പേരിലാണ് അങ്ങനത്തെ ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ആ മരണങ്ങൾ സംഭവിച്ചത്. ജയലളിതയുടെ ഭരണകാലത്തോ മറ്റോ ആയിരുന്നെങ്കിൽ ഇദ്ദേഹം ആ ജില്ല വിട്ട് കടക്കുമായിരുന്നു. രായ്ക്ക് രാമായണം ഇദ്ദേഹത്തെ പൂട്ടുകയല്ലേ. ഏതും പോരാത്ത കരുണാനിധിയെ പൂട്ടാമെങ്കിൽ പിന്നെ വിജയൊക്കെ ജയലളിത മുമ്പിൽ ആരാണ്? ഒന്നുമല്ല. അതൊക്കെ മറന്നിട്ടാണ് വിജയ് ഓരോ വേദികളിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി. അദ്ദേഹം ആരും ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുമായിട്ട് നമുക്ക് ചിലപ്പം പദ്ധതികളും അഭിപ്രായങ്ങളായിട്ട് നമുക്ക് പരസ്പര അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഒന്നുമല്ലേലും അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ ആ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുന്നതും ആ രീതിയിലാണോ? ഇങ്ങനെയൊക്കെയാണോ പൊതുവേദികളിൽ വന്ന് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത്? താൻ എന്താണ് രാഷ്ട്രീയ പാർട്ടിയിലൂടെ താൻ ചെയ്യാൻ പോകുന്നത്? താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് എന്താണ് അടിസ്ഥാനപരമായിട്ട് ആവശ്യം? ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തെ 3 കാറ്റഗറിയിലാണ് ജനങ്ങളുള്ളത്. ഒന്ന് താഴ്ത്തട്ടിൽ, പിന്നെ സെൻറ്റർ, പിന്നെ ഏറ്റവും ടോപ്പ്. ഇങ്ങനെ അപ്പം മീഡിയം സ്റ്റാൻഡേർഡിലും താഴ്ത്തട്ടിലും കിടക്കുന്ന സമൂഹ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം? അവർക്ക് ആവശ്യങ്ങൾ ഞാൻ എൻ്റെ ഭരണത്തിലൂടെ ഞാൻ നിറവേറ്റി തരും. ഇന്നെ പോലെയൊക്കെയാണ് ഇവിടെ ആരോഗ്യ മേഖല തീരെ തകർന്നിരിക്കുന്നത്, സാധുക്കളെ പിഴിയുകയാണ്. അല്ലെ വിദ്യാഭ്യാസ മേഖല സമ്പന്നർക്ക് മാത്രം ഒതുക്കി വെച്ചിരിക്കുകയാണ്, സാധുക്കൾക്ക് മുന്നേറാനാവുന്നില്ല, അത് എൻ്റെ ഭരണത്തിലൂടെ മാറ്റം വരും എന്നൊക്കെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വേണ്ടേ പ്രചരണം നടത്താൻ. അല്ലാതെ ഓരോ വേദികളിലും കയറി ഇറങ്ങി മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്നതാണോ രാഷ്ട്രീയ പ്രചരണം എന്ന് കഴിഞ്ഞിടെ സത്യരാജും ഒരു വേദി രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. നിലവിലെ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയിൽ വിജയ്ക്ക് ഗാർഡിയൻ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വ്യക്തികളാണ്. ഒന്ന് ജഗദീഷ് പഴനിസ്വാമി, മൂന്നാമത് ആദവ് അർജുൻ, ലോട്ടറിയാമത് AIDMKയിലെ ജയലളിത ഭരണകാലത്തെ മുൻ മന്ത്രി ചെങ്കോട്ടയെ പറ്റി പറയാനാണെങ്കിൽ 92 കാലഘട്ടത്തിൽ പുള്ളി ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു. ആ കാലഘട്ടത്താണ് വീരപ്പൻ്റെ വേട്ട നടന്നിരുന്നത്. വീരപ്പൻ്റെ വേട്ടയായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ നിശ്ചിത ആ വനപ്രദേശത്ത് ആ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളെ ധാരാളം ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നതായി ഇടതുപക്ഷക്കാർ അക്കാലത്ത് പരാതിപ്പെട്ടിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയലളിത പറഞ്ഞു, ചെങ്കോട്ടയെ പറഞ്ഞു വിട്ടു, പോയി അന്വേഷിക്കാൻ പറഞ്ഞു. പോയി അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൊണ്ട് തരാൻ പറഞ്ഞു. ചെങ്കോട്ടയെ അങ്ങോട്ട് ചെന്ന് വെച്ച് ഗസ്റ്റ് ഹൗസിൽ പോയി ഇന്ന് മേലുദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ച് വരുത്തി ചോദിച്ചപ്പോഴത്തേക്ക് ചോദിക്കുക മാത്രമല്ല, ഉദ്യോഗസ്ഥർ ആ ഗ്രാമങ്ങളിലുള്ള ചില സാധുക്കളായ വ്യക്തികളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. ഇന്നതുപോലെ പറഞ്ഞേക്കണം, ഞങ്ങൾ പറയുന്ന പോലെ തന്നെ പറഞ്ഞേക്കണം, മറിച്ചൊന്നും പറഞ്ഞേക്കരുത് എന്ന്. അവിടെ ആ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്വേഷണം നടത്തിയപ്പോഴത്തേക്ക് യാതൊരു കുഴപ്പമില്ല, ഇവിടെ സാധുക്കളായ ജനങ്ങൾ ഇവിടെ ഒരു തരത്തിലും അന്വേഷണത്തിൻ്റെ പേരിൽ വീരപ്പൻ്റെ വേട്ടയുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്ന് അദ്ദേഹം അന്വേഷണം പൂർത്തിയാക്കി ജയലളിത പക്കൽ കൊണ്ട് കൊടുത്തു. അവിടെ യാതൊരു പ്രശ്നമില്ല, ഇടതുപക്ഷക്കാർക്ക് ഒരു പണിയില്ല. അവരിങ്ങനെ എവിടെ എന്ത് നടന്നാലും ഈ പൊടിയും പൊക്കിപ്പിടിച്ച പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നടക്കുന്നവരാണ്. അല്ലാതെ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന തരത്തിൽ ഇടതുപക്ഷത്തിനെ തരം താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത ഒരു പകൽമാന്യനാണ് ഈ ചെങ്കോട്ടയിൽ എന്ന് പറയുന്ന മുൻ മന്ത്രി, ജയലളിത കാലത്തെ മറ്റൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി മാഫിയ രാജാവ് മാത്തിൻ്റെ മകളെ കെട്ടിയ മരുമകനാണ് ആദവ് അർജുൻ. അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ഈ ജനനായകൻ സിനിമ ഓൺലൈനിലൂടെ റിലീസായതിന് അല്ലെങ്കിൽ പത്രക്കാരോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കേന്ദ്രമന്ത്രി എൽ മുരുകനും തമിഴ്നാട് മന്ത്രി സ്റ്റാലിൻ്റെ മകൻ പേരെന്താണെന്ന് ഓർക്കുന്നില്ല, ഉദയനിധിയും കൂടി ചേർത്ത് ചെയ്ത ഒരു ചതിവാണ് ഇതെന്ന്. എന്നാൽ അത് ചതിയല്ല, ഇത് വിജയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ സിനിമ ലീക്കായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ്ക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഈ 1 മാസത്തെ പ്രചരണം അല്ലെങ്കിൽ 2 മാസത്തെ പ്രചരണത്തിലൂടെ വിജയ്ക്ക് വ്യക്തമായി ബോധ്യമായി എങ്ങനെയെങ്കിലും നമുക്ക് സിനിമയിലേക്ക് നമ്മൾ മടങ്ങി വരിക തന്നെ വേണം. സിനിമ എന്ന് പറയുന്ന തമിഴ്നാട് ജനതയുടെ ജീവിതമായിട്ട് ഒരു ഹൃദയത്തുടിപ്പിൻ്റെ ഭാഗമാണ്. അതിലൂടെ നമുക്ക് സിനിമയോടും നമുക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് വേറെ നമുക്ക് കിട്ടാനില്ല. നമ്മൾ കോടികൾ മുടക്കി പത്രമാധ്യമങ്ങളിലോ അല്ലാതെയുള്ള പരസ്യം ചെയ്താൽ പോലും തമിഴ്നാട് ജനതയ്ക്ക് അത് ഹൃദയത്തിൽ സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സിനിമയിലേക്ക് തന്നെ മടങ്ങി വരാൻ എന്താണ് മാർഗം നോക്കിയപ്പോഴത്തേക്ക് ഈ പ്രശ്നം പ്രതിസന്ധിയിൽ നിന്നിരുന്ന ഈ സിനിമയെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യുക, എന്നിട്ട് അതിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായി ആ നിർമ്മാതാവിന്, അതുകൊണ്ട് ഞാൻ മറ്റൊരു സിനിമയും കൂടി ചെയ്യുന്നു എന്ന് മടങ്ങി വരാൻ ഒരു പശ്ചാത്തലം ഒരുക്കിയത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരം ഈ ചതിവിൻ്റെയൊക്കെ പിന്നിൽ ഈ 4 ഉപദേശികളാണ്. അതായത് ഖുഷി ആനന്ദ്, അത് അയാൾ പോണ്ടിച്ചേരിയിലെ മുൻ MLA ആണ്. അതിൽ ഒരിക്കൽ മാത്രമേ MLA ആയിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം സാമൂഹിക സേവനം നടത്താൻ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നില്ല. കാരണം അത്രത്തോളം നല്ല പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്.
കൃത്യമായി വിജയുടെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, ഇന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ജനങ്ങളെ വിജയിയെ പറഞ്ഞ് ധരിപ്പിച്ച് അപ്രകാരമാണ് വിജയ് ഓരോന്ന് ചെയ്തത്. വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് നോർമലി തന്നെ ആരോടും സംസാരിക്കുന്ന ഒരാളല്ല, മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ അല്ല. പുള്ളി കുഞ്ഞുനാളും മുതൽ അങ്ങനെ അധികം ഒന്നല്ല, ആവശ്യത്തിന് പോലും അദ്ദേഹം സംസാരിക്കാറില്ല എന്നതാണ്. ആവശ്യത്തിന് പോലും അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കാറില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. സിനിമയിൽ ക്യാമറയുടെ മുമ്പിൽ കാണുന്നു എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ റിയൽ ലൈഫിൽ അയാൾ അത്തരം ശൈലിയെ അല്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒരു വാക്കിൽ ഒരു മറുപടി പറയും എന്നല്ലാതെ അതികവിഞ്ഞ് അദ്ദേഹം ആരോടും സംസാരിക്കാറില്ല. അത്തരം വ്യക്തി സുഖവാസ ജീവിതം വെടിഞ്ഞ് ഈ ചൂടത്തും മഴയത്തും വെയിലത്തും വന്ന് പൊതുജന സേവനം നടത്തുക എന്ന് പറയുന്നത് അത്ര നിഷ്പ്രയാസമായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടർച്ചയായിട്ട് ഈ അനുവദിച്ച ദിവസങ്ങളൊന്നും അദ്ദേഹം പ്രചരണത്തിന് വന്നിട്ടില്ല. കാരണം ചില ദിവസങ്ങൾ അദ്ദേഹം വിശ്രമമാണ്. അദ്ദേഹത്തിന് ഈ ഒന്നാമത് ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂടാണ്. ചെല്ലുന്ന വേദികളിലെല്ലാം അദ്ദേഹം പറയുന്ന സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയെ, സംസ്ഥാനത്തെ DMK-നെ പുള്ളി വിമർശിക്കുക എന്നല്ലാതെ പുള്ളി പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഞാൻ ഇന്നതുപോലെയൊക്കെ ചെയ്യാൻ പോവുകയാണ്, ഇന്നതൊക്കെ ചെയ്യും, ഇന്നതാണ് തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയ ശൈലിയായിരിക്കും എന്നിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക എന്നത് എൻ്റെ മൂല്യങ്ങളല്ലേ ഞാൻ അവിടെ എടുത്ത് പറയേണ്ടത്. ഞാനൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഞാൻ ഓരോ വേദിയിലും ചെന്നേച്ച് നിലവിലെ ജാമ്പവാന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ പരിഹസിക്കുകയല്ല വേണ്ടത്, മറിച്ച് എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ എന്താണ് ആവശ്യം, അതൊക്കെയാണ് നമ്മൾ എടുത്ത് ജനങ്ങളുടെ മുന്നിൽ വെക്കേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. എന്തായാലും ഇക്കുറി ഇലക്ഷനിൽ വിജയ് ഒരു തരംഗം തന്നെയായിരുന്നു എന്നതിൽ യാതൊരു തർക്കമില്ല, ആർക്കും ഒരു സംശയവുമില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയുകയും ചെയ്യാം വിജയ് ഒരു തരംഗം തന്നെയാണ്. ആ വിജയുടെ വരവിലൂടെ ഇവിടുത്തെ സംസ്ഥാനത്തെ ചെറുപ്പക്കാർ ഒന്നടക്കം വോട്ട് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തു. പോരാത്തതിന് അവർക്ക് വോട്ടില്ലാത്തവർ പോലും കുടുംബാംഗങ്ങളെ നിർബന്ധിച്ച് ഇന്ന പാർട്ടിക്ക് എന്നെ വോട്ട് ചെയ്യണം എന്നും പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി. ഒക്കെ ശരി തന്നെയാണ്. എന്നാൽ റിസൾട്ട് വരുമ്പോൾ വിജയുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റിസൾട്ട് വരാൻ അധിക സമയമില്ല, ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. റിസൾട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നില എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഡിജിറ്റിൽ ഒതുങ്ങും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പലരും വിലയിരുത്തുന്നത്. അതൊരു പക്ഷേ 10 ആകാം, അല്ലെ 20 ആകാം, അല്ലെ 30 ആകാം പരമാവധി. ഇദ്ദേഹത്തിൻ്റെ കൂടെ 234 സീറ്റുകളിൽ മത്സരിച്ചിരിക്കുന്ന വ്യക്തികളാവട്ടെ, അതിൽ ഏതാണ്ട് 100 പേർക്ക് അടുത്ത് വരുന്ന സ്ഥാനാർത്ഥികൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ അവർക്ക് സീറ്റുകൾ ലഭിക്കാതെ വന്നതിൻ്റെ പേരിൽ അവസാന നിമിഷം ഇവിടെ എത്തിയവരാണ്. അവർക്ക് വ്യക്തമായ പബ്ലിസിറ്റി ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഓടി വന്ന വ്യക്തികൾ അവിടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് കിട്ടാത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം മിക്കവാറും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്കവിടെ സീറ്റ് നിഷേധിക്കപ്പെട്ടത്. അത് മനസ്സിലാക്കാതെ ഈ പുള്ളി നിലവിൽ ഇവർ മത്സരിച്ചിട്ടുള്ള വ്യക്തികളാണ്. പൊതുജനങ്ങളുടെ ഇവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ഇവർക്ക് വ്യക്തമായ ഐഡന്റിറ്റി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെല്ലാം സീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇക്കുറി വിജയ് ആഗ്രഹിച്ചതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. എന്നാൽ മറ്റ് പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും ശക്തമായ പ്രതിപക്ഷ സ്ഥാനത്ത് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. മുമ്പേ പറഞ്ഞതുപോലെ 2 ഡിജിറ്റിൽ 2 അക്ക സംഖ്യയിൽ ഒതുങ്ങും ഇദ്ദേഹത്തിന്റെ കന്നി പ്രവേശനം എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്നാൽ അടുത്ത ഇലക്ഷനിൽ, അതായത് 2031 ഇലക്ഷന് ഇദ്ദേഹം ഒരു വ്യക്തമായ സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് തക്ക രീതിയിൽ അദ്ദേഹം ശേഷിച്ച 5 വർഷം കഠിനമായി അധ്വാനിക്കുകയാണെങ്കിൽ, ഈ സമൂഹത്തിന് വേണ്ടി, തമിഴ്നാട് ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം കഠിനമായി അധ്വാനിക്കുകയാണെങ്കിൽ തീർച്ചയായും 2031 അദ്ദേഹം വ്യക്തമായ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ MLA ആയി തുടർന്നാൽ പോലും ഉടൻ തന്നെ അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് മടങ്ങിപ്പോകുക തന്നെ ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സിനിമയെ ഒഴിവാക്കി കഴിഞ്ഞാൽ, സിനിമാ നടൻ എന്ന ഒരു വാക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം ആരാണ് എന്താണ് എന്ന് തമിഴ്നാട് ജനത പോലും ലോക ജനതയ്ക്ക് തന്നെ അറിയില്ല. എന്നിരിക്കെ സിനിമ എന്ന വലിയൊരു പ്രസ്ഥാനത്തെ ഒരിക്കലും ഇദ്ദേഹം കൈയൊഴിയുകയില്ല എന്ന് തന്നെയാണ് പല നിരീക്ഷകരും വിലയിരുത്തുന്നത്. എന്തായാലും വരാനിരിക്കുന്ന റിസൾട്ടിലൂടെ വിജയ് എന്ന മാന്ത്രികനാണോ അതോ സാധുജനതയുടെ രക്ഷകനാണോ എന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഏവർക്കും നമുക്ക് അറിയാൻ സാധിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പരിപാടിയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനലിലെ പരിപാടി സോഷ്യൽ ആൻഡ് എന്റർടൈൻമെന്റ് മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. കമന്റ് ഓടിക്കാൻ മറക്കരുത്.